ഈ ഒരു ബില്ല് കണ്ടപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ CEO വിളിച്ചിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. സാറേ, ഹലോ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ വൈഫിയുടെ പ്രസവിച്ച് കിടന്നപ്പോൾ വന്നതാണ്. വെറും 9,500 രൂപയാണ് 3 ദിവസം അവർ ഡെലിവറി ഒക്കെ എടുത്തു. 9,500 രൂപ ബില്ല് വന്നേക്കണേ. എന്താ സംഭവം? അത് പ്രമോദ്, നമ്മുടെ അലസൺ ടാഗ് ലൈൻ പോലെ തന്നെ ഇത് നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെ ആശുപത്രിയാണ്. ഇവിടെ ഒരു നോർമൽ ഡെലിവറി ഇൻക്ലൂഡിങ് ബേബി കെയർ 3 ദിവസമുള്ളത് മൊത്തം നഴ്സിംഗ് ചാർജും ഡോക്ടർ ചാർജ് മെഡിസിൻ OT എല്ലാ ചാർജും കൂടി 9,500. അമ്മയുടെ ചെലവ്, കുട്ടിയുടെ ചെലവ്, മരുന്ന്, ഡോക്ടർ ഫീസ്, നഴ്സിംഗ് കെയർ എല്ലാം കൂടെ 3 ദിവസം കൂടെ വരുന്നു 9,500. സപ്പോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഡെലിവറി അല്ല, ഒരു സിസേറിയൻ ആണ് വെക്കുക. സിസേറിയൻ ആണെങ്കിൽ 29,500 ആണ് വരുന്നത്. 5 ദിവസം ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ഇൻക്ലൂഡിംഗ് ഡോക്ടർ കെയർ, നഴ്സിംഗ് കെയർ, മെഡിസിൻ എല്ലാം കൂടി. നിങ്ങൾ നോക്കുന്നത് ഡീറ്റെയിൽ ബില്ല് വരെ എവിടെയുണ്ട്. അതായത് 9,500 രൂപയ്ക്ക് നോർമൽ ഡെലിവറിയും 29,500 സിസേറിയനും. അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനം ഇത് പ്രമോദ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും ഒരു 9,500 എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേര് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തൊടുപുഴയുള്ളത്. അതെ അതെ, കാരണം ഇന്ത്യയിൽ കാണില്ല ഇതുപോലത്തെ ഒരു പാക്കേജ്. ഇത് ഇന്ത്യയിൽ കാണുന്നതന്നെ എനിക്ക് കേരളത്തിൽ എന്തായാലും ഇല്ല, ഇന്ത്യയിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ പ്രമോദ്, ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇവരുടെ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട്. നമ്മുടെ ക്വാളിറ്റി അതെ അതെ അതെ, ഇതിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജ് റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകൾ ഒരു നീണ്ട നിര തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് 20-ലധികം ഡോക്ടേഴ്സുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെയും പരിചയപ്പെടുത്തും. കാരണം ഒരുപാട് പേർക്ക് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ പോകുന്നു. അതെ അതെ, താങ്ക് യു വരും. നമ്മുടെ കൂടെ ഡോക്ടർ വിനോദിനി മേഡം ഉണ്ട്. മേഡം, നമ്മൾ ഈ 9,500 രൂപയുടെ ഡെലിവറിയുടെ പാക്കേജ് പറയുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൻ്റെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുന്നത് അഡ്മിഷൻ തൊട്ട് അമ്മ ഡെലിവറി ആവുന്നതും കുഞ്ഞിൻ്റെ കെയർ 3 ദിവസം നോർമൽ ICU കെയർ അല്ല, സാധാരണ മുറിയിലുള്ള പരിചരണം മുഴുവൻ ഈ 9,500 രൂപയുടെ പാക്കേജിൽ വരും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു നോർമൽ ഡെലിവറി കഴിയുമ്പോഴത്തേനും എങ്ങനെ പോയാലും ഒരു 30-35,000 രൂപയാവും. ഇവിടെ സിസേറിന് പോലും അത്രയാവുന്നില്ല. 29,500 കൊണ്ട് അമ്മ സിസേറിനും കഴിഞ്ഞ് ഈ നോർമൽ ഈ 5 ദിവസം റൂമിൽ കിടക്കുകയും പിന്നെ കുട്ടിയുടെ നോർമൽ കെയർ, അമ്മയ്ക്കും കുഞ്ഞിനുള്ള മരുന്നുകൾ അടക്കമാണ് ഈ റേറ്റ്. മരുന്നുകളും കെയറും ഡോക്ടേഴ്സ് ഫീസും നഴ്സസ് ഫീസും എല്ലാം അടക്കയാണ് ഈ 29,500 വരിക. പലരും ഗവൺമെൻറ്റിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ട് വന്നവരാണ്. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം അല്ലസർ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 20+ ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ സേവനവും നമുക്കൊരു 24 മണിക്കൂർ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തൊടുപുഴയിൽ കിട്ടുന്നത് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ 24 hours ആയാലും ലേബർ റൂമിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ തലമുറപ്പെട്ട ആളുകൾ ഒരുപാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദനയായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെലിവറി വേദനരഹിതമായി കിട്ടുക എന്നുള്ളത് ആക്ച്വലി ആ സ്ത്രീയുടെ ഒരു അവകാശം കൂടെയാണ്. പണ്ട് മുതലേ ഉള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് പ്രസവം എന്ന് പറഞ്ഞാൽ വേദന സഹിച്ചിട്ട് വേണം, വേദനയോട് കൂടിയാണെങ്കിൽ അത് പ്രസവം ആവുള്ളൂ എന്നുള്ളൊരു നാട്ടുനടപ്പ് കൊണ്ടുപോലെയുണ്ട്. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. വേദനരഹിതമായ പ്രസവത്തിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിലൊന്നാണ് എൻഡനോക്സ്, 2 എപ്പിഡ്യൂറൽ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആശുപത്രിയിൽ അലസർ മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീക്ക്, ഒരു ഗർഭിണിക്ക് വേദനരഹിതമായ പ്രസവത്തിന് വേണ്ടിയുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഗൈനക്കോളജിൽ ശരിക്കും പറഞ്ഞാൽ ഡെലിവറിയും സിസേറിനും മാത്രമല്ല, ഒരുപാട് കേസുകൾ അല്ലാതെ വരുന്നുണ്ട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ. എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ എബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബ്ലീഡിംഗ് വരാം, അതിനെ ഗർഭസഞ്ചി താഴത്തേക്ക് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രസഞ്ചി താഴത്തേക്ക് വരാം. അപ്പൊ അതിനുള്ള എല്ലാ ടൈപ്പ് സർജറികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്പൺ സർജറി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി, അതായത് ക്യാമറ താഴെ യൂട്രസിൽ കൂടെ ഇത് ചെയ്തിട്ടുള്ളത്, ആ വഴിയുള്ള സർജറികളെല്ലാം ഏത് തരത്തിലുള്ള സർജറിയാണെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിന് ബലക്കുറവോ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിനെ NICUലേക്ക് മാറ്റുന്നല്ലോ ഡോക്ടറെ. അപ്പൊ NICUലെ നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ ബിബിൻ സാർ നമ്മളോട് പറയും. സാർ, എങ്ങനെയാണ് നമുക്ക് ഈ NICUന്റെ പ്രവർത്തനം? ഞാൻ ഇവിടുത്തെ നിയോനെറ്റോളജിസ്റ്റ് ആണ്. അതായത് നവജാത ശിശുക്കളുടെ പരിചരണമാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നവജാത ശിശുക്കളെ സംബന്ധിച്ച് അവരുടെ പരിചരണം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം അവരെ സംബന്ധിച്ച് ഒരു പ്രവൃത്തികളും അവർക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നവരല്ല. ഒരു വിശപ്പ് വരികയാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അവർ കരഞ്ഞ് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ കരച്ചിലോ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടോ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് NICUയിൽ 8 ബെഡാണുള്ളത്.
ബാക്കി വേണ്ട CPAP-ഉം അതിന് വേണ്ട വെന്റിലേറ്റർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാസം തികയാതെ ജനിക്കുന്ന ഉണ്ണികളെ പോലും വേണ്ട പരിചരണത്തിന് വേണ്ട അതിന് വേണ്ട സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. മാസം തികയാതെ ജനിക്കുന്ന ഉണ്ണികളെ സംബന്ധിച്ച് അവർ ലങ്സിൻ്റെ വികസനം ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതൊക്കെ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 35-36 ആഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ അതിന് മുന്നേ ജനിക്കുന്ന ഉണ്ണികളെ സംബന്ധിച്ച് ഈ ലങ്സിൻ്റെ വികസനം കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നേരിയ ശ്വാസം മുട്ടൽ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണികൾക്ക് നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്റർ തന്നെ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിന് വേണ്ട സജ്ജീകരണങ്ങളും വേണ്ട ഒരു NICU ടീമും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ നമ്മുടെ ടീമിലുണ്ട്. നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫും എല്ലാം ഉണ്ട്. വളരെ ധൈര്യത്തോടു കൂടി ഇവിടെ വന്ന് ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജ് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക കേട്ടോ. 9,500 രൂപയ്ക്ക് നോർമൽ പ്രസവവും സിസേറിയൻ ആണെങ്കിൽ 29,500. ഇന്ത്യയിലും മറ്റവരുടെ ആശുപത്രിയിലും കൊടുക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഒരു പാക്കേജാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരിലേക്കും എത്തിച്ചോളുക.